ഇന്നലെ അവിടെ നല്ലൊരു കമ്മിറ്റി രൂപം നൽകി. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മളിവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു നാളെ ടെസ്റ്റ് കാരണം ഇവിടെ വരൂല ആളുകൾ. ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പണത്തുമൽ മഹല്ല് കമ്മിറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. ഞങ്ങളെടുത്തൊരു തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയ കുട്ടികളെ ഉദയത്തിൻ്റെ ടോക്കൺ കൊടുത്തേക്കും പോലെ വീട്ടിൽ കൊടുത്തേക്കണ്ട. ഒരു വീട്ടിൽ 50 ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഈ ജുമാക്ക് വരുന്ന 50 ആൾ, നമ്മുടെ പള്ളിയിൽ വരുന്ന ജുമാക്ക് വരുന്ന ഈ 50 ആൾ ഒരു വീട്ടിൽ 3 ആളേലും ഉണ്ടാവില്ലേ? ആ 3 ആളുകൾ ടെസ്റ്റ് ചെയ്താൽ 5 കുടിക്കണം 3 സമം 150 ആളുകൾ. ഏറ്റവും ചുരുങ്ങിയത് പള്ളിയിൽ വരുന്നവർ, അതുപോലെ ചർച്ചും അമ്പലങ്ങളും മറ്റുള്ളതൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അതിനും ആളുകളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ എന്താകും, രോഗലക്ഷണം ഇല്ലാത്തവരെ കൂടി ഇതിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ടെസ്റ്റ് നടത്തിയാൽ ഇവിടെ TPR കുറക്കാൻ നമുക്ക് കഴിയും. ഒരു സംശയവും അതിലില്ല. അപ്പം ആ ഒരു യജ്ഞം ഇത് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തുകയാണ്. ഇതിൽ ജാതിയില്ല, മതമില്ല, കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് ഇത് നടക്കണം. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പണത്തുമ്മൽ മഹല്ല് ഖാദി ഹംസൽ കാസിമിയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ മഹല്ല് സെക്രട്ടറി ബാപ്പു പൈസയാണ് ഇരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ഉണ്ണീൻകുട്ടിയാണ് ഇരിക്കുന്നത്. പലങ്ങളും നടത്തിയിട്ടും നമ്മുടെ ആളുകൾ എനിക്ക് രോഗമല്ലല്ലോ, ഞാൻ പിന്നെ ഇതിന് ടെസ്റ്റ് ചെയ്യണം, ഞാൻ മാറി നിൽക്കാം എന്ന ഒരു പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ നാടുകളിൽ നിന്ന് ആളുകളിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അത് കഴിഞ്ഞ് അന്ന് സാറിനോട് ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് തിങ്കളും ചൊവ്വയും ടെസ്റ്റ് 1000ഓളം ടെസ്റ്റുകൾ നടത്തി അതിൽ പോസിറ്റീവ് നിരക്ക് കുറഞ്ഞു വന്നാലുള്ളൂ, TPRൽ കുറവ് വന്നാലുള്ളൂ നമുക്ക് എന്താക്കാം, നമ്മുടെ പഞ്ചായത്ത് കടകൾ തുറക്കാൻ കഴിയുള്ളൂ. അതുകൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്ന് കിട്ടിയാൽ TPR കുറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 30ൻ്റെ മുകളിലാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്, അത് 10ൻ്റെ താഴെയായി വന്നാൽ ഇവിടെ കടകൾ തുറക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സുഗമമായി കൊണ്ട് സ്വാതന്ത്ര്യത്തോടുകൂടെ പള്ളികളിലേക്ക് പോകാം. അതിനുള്ളൊരു സാഹചര്യം നിങ്ങൾ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ ഒരുക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ അതൊരു നല്ല ആശയമാണെന്ന് നമുക്ക് തോന്നി. അത് അടിസ്ഥാനത്തിൽ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും ഉസ്താദുമാരുമായൊക്കെ അത് കൂടിയാലോചിച്ചുകൊണ്ട് ഞങ്ങളൊരു കാര്യം കൂടി തീരുമാനിച്ചു. ഒന്നുകൂടി ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങളെന്ത് ചെയ്തു, കരുവാരക്കുണ്ട് പഞ്ചായത്തിലുള്ള 27 മഹല്ലിലേക്കും ആ മഹല്ലിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, അതുപോലെ തന്നെ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ, SYS, SKSF പോലത്തെ സമസ്തയുടെ പോഷക ഘടകങ്ങളാകുന്ന അവരുടെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഇന്നലെ ദാറുൽ നജാത്തിലേക്ക് ഒരു 200ഓളം ആളുകളെ ദാറുൽ നജാത്തിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ CI സാറിനെ ക്ഷണിച്ചു. കാരണം എന്താ പറയുക, നമ്മൾ പറയുന്നതിലാണ് ഒന്നുകൂടി ആധികാരിക ഉത്തരവാദിത്തപ്പെട്ട ആളുകളെന്ന് പറഞ്ഞുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു 15 മിനിറ്റ് ബഹുമാനപ്പെട്ട CI സാറ് നമ്മളെ കുഞ്ഞുട്ടിൻ്റെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ആ പ്രസംഗം നല്ല സുന്ദരമായൊരു പ്രസംഗം നടത്തി. കൂടിയ ആളുകൾക്കൊക്കെ റാഹത്തായി. കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു, കോർഡിനേഷൻ എന്നുള്ള നിലക്ക് ഞങ്ങളെ കൊണ്ട് ചെയ്തു തരാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നലെ തരിശിൽ നിന്ന്, മാമ്പുഴയിൽ നിന്ന്, അതുപോലെ കുട്ടത്തിയിൽ നിന്ന്, വാക്കോട് നിന്നൊക്കെ അവിടുത്തെ കമ്മിറ്റി പ്രതിനിധികൾ നിങ്ങൾ എങ്ങനെയാണ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഞങ്ങൾക്കതിൽ താല്പര്യമുണ്ട്. കാരണം നമുക്ക് പള്ളി തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അമ്പലങ്ങൾ തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ചർച്ചുകൾ തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ എങ്ങനെ തുറക്കും എന്ന്, ഇതിനൊരു ചികിത്സ എങ്ങനെയെന്നുള്ളത് നമ്മളാരും ചിന്തിക്കണില്ല. അങ്ങനെ ആ വിഷയവുമായി കൊണ്ട് ആദ്യമായി സ്റ്റാർട്ടിങ് ചെയ്ത് നമ്മുടെ ഈ വാർഡിൽ നിന്ന്, ഈ പണത്തുമ്മൽ മഹലിൽ നിന്നാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഈ മഹലിലുള്ള ഈ വാർഡിലുള്ള SKSSFൻ്റെ പ്രവർത്തകരെ ഇന്നലെ രാവിലെ 10 മണിക്ക് പള്ളിയിലേക്ക് വിളിച്ചു വരുത്തി. അങ്ങനെ മഹലിൻ്റെ സീല് വെച്ച ടോക്കൺ ഉണ്ടാക്കി. ഇത് ഒളഹിയത്തിന് ടോക്കൺ കൊടുക്കും പോലെ ഒരു വീട്ടിൽ പോയിട്ട് നാളെ അവിടെ ടെസ്റ്റ് ഉണ്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ ആൾ വരൂല. സത്യം പറഞ്ഞാൽ എന്താ ഇപ്പം സംഭവം എന്ന് ചോദിച്ചാൽ, ഇവിടെ TPR ഇത് കുറയാതിരിക്കാൻ കാരണം എന്താ, നമ്മുടെ മഞ്ജു ഡോക്ടറെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ അസീസ് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരാൾ പനിച്ചിട്ട് അങ്ങേയറ്റം കുടുത്തം വിടുമ്പോൾ ഡോക്ടർ പറയും നിങ്ങളൊന്ന് പരിശോധിച്ചോ, ഒന്ന് ചെക്ക് ചെയ്താലും കേട്ടോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ തയ്യാറാകുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സർജറിക്കോ മറ്റോ വിധേയമാകുമ്പോൾ അയാളെ പരിചരിക്കാൻ വേണ്ടി ഒരാൾ നിൽക്കുകയാണെങ്കിൽ ആ പരിചരിക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് കോവിഡ് ടെസ്റ്റ് നിർബന്ധമാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ടെസ്റ്റിന് വിധേയമാകാൻ തയ്യാറാകുന്നത്. മറിച്ച് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകൾ അനാവശ്യമായ ടെസ്റ്റ് നടത്തിയിട്ട് എന്ത് കാര്യമെന്ന് ചിന്തിച്ചുകൊണ്ട് പുറകോട്ട് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ ആ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ജുമയ്ക്ക് കൂടിയ ആളാണെന്ന് സങ്കല്പിക്കുക. എനിക്ക് രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. ഇവിടെ ആരോഗ്യവകുപ്പിൻ്റെ ആളുകളുണ്ടല്ലോ. ഇവിടെ കോവിഡ് എന്ന് പറയുന്ന രോഗം പോസിറ്റീവ് ആകാൻ രോഗത്തിൻ്റെ ലക്ഷണം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അങ്ങനെ കുറേ ആളുകൾക്ക് ഉണ്ടായി മാറാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടല്ലോ.
പക്ഷേ ഞാൻ ജുമയ്ക്ക് പോയി, അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ചർച്ചിൽ പോയി എങ്കിൽ പിറ്റേന്ന് ഞാൻ പോയി പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ ആ ജനങ്ങളെ മുഴുവനും വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി എനിക്ക് പറയാനുള്ളത് കടുത്ത വഞ്ചനയാണ് ഞാൻ ആ ചെയ്തത്. ഈ കോവിഡിനെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ മറികടക്കുന്നത്? ലേൺ ടു ലിവ് വിത്ത് കോവിഡ് എന്നാണ് നമ്മുടെയൊക്കെ ലോകാരോഗ്യ സംഘടനയുടെയൊക്കെ മുദ്രാവാക്യം. ഇതിന്റെ കൂടെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല, ഇത് ഉള്ളത് കൊണ്ട് ജീവിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്താണ് ഇതിന് ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഈ രോഗത്തെ ആളുകൾ ഇത്രമാത്രം ഭയപ്പെടുന്നത്? രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇത് പകർച്ചവ്യാധിയാണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു അസുഖം. രണ്ട്, ഇത് പലപ്പോഴും നമ്മളെ മരണത്തിലേക്ക് കൊണ്ടെത്തി. പകരുന്ന അസുഖം തന്നെയാണ് ജലദോഷം. ഈ ജലദോഷത്തിനെ നമ്മൾ പേടിക്കാതെ എന്തുകൊണ്ട് കോവിഡിനെ പേടിക്കും? ഇത് നമ്മളെ മരണത്തിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പല കവലകളിലൂടെയും നമ്മളെ മുന്നിൽ സഞ്ചരിക്കുമ്പോഴും അവിടെയൊക്കെ ചെറുപ്പക്കാരായ ആളുകളുടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, ആദരാഞ്ജലികൾ. പല ചെറുപ്പക്കാരും മരിച്ചു. ചെറുപ്പക്കാരെ എടുത്തു പറയുന്നത് അവര് ഒക്കെ സ്വാഭാവികമായിട്ട് എത്രയോ വർഷങ്ങൾ ജീവിച്ചു അവരുടെ കുടുംബത്തിന്റെ അത്താണിയായി മാറേണ്ട ആളുകളാണ്. അവരില്ലാതെ ആയാൽ അവരില്ലാതായി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒരു സമൂഹത്തിന് അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. അപ്പൊ അവര് ജീവിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം. അപ്പോൾ ഒരു ഗവൺമെന്റിന് എന്തു ചെയ്യാൻ വേണ്ടി സാധിക്കും? ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ. അതിൻ്റെ പൗരന്മാരെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആ സർക്കാരുകളിൽ നിക്ഷിപ്തമാണ്. ഇതിന്റെ 50%, അതായത് 2-ൽ ഒരാൾക്ക് യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമുക്ക് എനിക്കിപ്പോൾ കോവിഡ് ഉണ്ടോയെന്ന് എനിക്കറിയാൻ ആകെ ഒരു മാർഗം ടെസ്റ്റ് ചെയ്യും. കോവിഡ് ഉണ്ടോ ഇല്ലേ എന്നറിയാൻ ഒരു സംവിധാനങ്ങളും നിലവിലില്ല. ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് പനി എന്നുള്ളൊരു അസുഖം വന്നാൽ നമുക്ക് ചൂടുണ്ടാവും, പൊള്ളും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ജലദോഷത്തിന് അതിൻ്റെതായ ലക്ഷണങ്ങൾ. നിങ്ങൾ ഇത്രയും ആളുകൾക്ക് കോവിഡ് പിടിച്ചല്ലോ, എന്താണ് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായ ലക്ഷണം? ഒന്നുമില്ല. എല്ലാവർക്കും വിവിധങ്ങളായ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. പല ആളുകൾക്കും ഒരു ലക്ഷണവും ഉണ്ടായിട്ടില്ല. ഈ ലക്ഷണങ്ങളൊക്കെ കാലങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലക്ഷണവും ഇല്ലാത്ത ഒരു കോവിഡ് ബാധിച്ചാൽ ഈ ആൾക്ക് കോവിഡ് ഉണ്ടായിരിക്കുകയും അയാൾ അതിന് ചികിത്സ തേടാതിരിക്കുകയും ചെയ്യും. അപ്പൊ ഇതിൽ ചില കേസിൽ ശ്വാസകോശത്തെ ബാധിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ശ്വാസകോശജന്യമായ ഒരു രോഗമാണ്, അല്ലേ? എങ്ങനെയാണ് ഈ രോഗം പിടിപെടുന്നത്? നമ്മളെല്ലാവരും ഫോൺ വിളിച്ചിട്ടുള്ളവർക്കൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെ? വായ്, മൂക്ക്, കണ്ണ്, ഇതിലൂടെ ഈ കോവിഡ് രോഗിയുടെ എന്തെങ്കിലും ഒരു സ്രവത്തിന്റെ പാർട്ടിക്കിള് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് ഉണ്ടോ ഇല്ലേ എന്ന് പലർക്കും അറിയില്ല. 50% ആളുകൾക്ക് ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈ രോഗാണു ഉണ്ടായിരിക്കാം, നമ്മളത് അടുത്ത ആളുകൾക്ക് കൊടുക്കാനുള്ള സാധ്യതയും ഉണ്ടായി. അപ്പൊ ആ അർത്ഥത്തില് ഈ ടെസ്റ്റ് ചെയ്യുക മാത്രമാണ് ഇതിനുള്ള പോകുന്നത്. വിദേശ രാജ്യങ്ങളിൽ, അതിസമ്പന്ന രാജ്യങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച കിറ്റുകൾ എല്ലാ വീട്ടിലും ഉണ്ടാവും. അവരവിടുന്ന് തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് അവർ സ്വയം നോക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിലോ ഇങ്ങനെയൊക്കെ നോക്കുന്ന സംവിധാനങ്ങളുണ്ട്. എൻ്റെ അനിയന് ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡറിനൊക്കെ കൂടെ നിൽക്കാൻ പോയി. അവിടെ നിൽക്കണമെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്താലേ. അന്ന് ഈ ടെസ്റ്റ് ചെയ്യാൻ 1250 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് അനിയൻ്റെ കൂടെ 2 ദിവസം ഹോസ്പിറ്റലിൽ നിന്ന്. ഇത്രയും ചെലവുള്ള ഈ ടെസ്റ്റ് സർക്കാർ, നമുക്ക് ആരോഗ്യ വകുപ്പ് നമുക്ക് സൗജന്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് തരും. അപ്പൊ ഇതിലും വലിയ ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടാനില്ല. നമ്മൾ ഈ കാലത്തൊക്കെ കണ്ടത് അതിന്റെ ചികിത്സയും ഒക്കെ നമുക്ക് സൗജന്യം. അപ്പൊ അങ്ങനെ ഒരു ടെസ്റ്റ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ഇതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് വളരെ, നമുക്കത് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. സമൂഹത്തിന്റെ ഈ സുരക്ഷിതത്വത്തിന്റെ അംബാസഡർമാരായി മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
നമുക്ക് അറിയുന്ന ഒരു മേഖലയിൽ നമ്മൾ പറയണം. നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഏതൊരാളോടും നമ്മളിത് പറയണം. ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച മാർഗം. ഇനി അതിനെ സംബന്ധിച്ച് എന്ത് സംശയങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും നമുക്കിവിടെ ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എന്തും കൃത്യമായി ചെയ്തു തരാനുള്ള ആളുകളുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിലും പണ്ട് നമുക്ക് ഇത്രയധികം പരിചിതമില്ലാത്ത ഒരു അടുപ്പമില്ലാത്ത ആളുകളായിരുന്നു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചു. ഇപ്പൊ എല്ലാവർക്കും നമുക്കറിയാം ആരാണ് നമ്മുടെ മുന്നണി പോരാളികൾ. അവരെയൊക്കെ നമുക്കറിയാം. എല്ലാവരെയും നമുക്ക് അപ്രോച്ച് ചെയ്യാം. എന്ത് അസുഖമുണ്ടെങ്കിൽ അവരൊക്കെ ഈ എത്രയോ കാലങ്ങളായിട്ട് അവർ നമ്മളെക്കാൾ ബുദ്ധിമുട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കും. അടുത്തത് പഞ്ചായത്ത്. പല പോരായ്മകളും കണ്ടേക്കാം. നമ്മളിങ്ങനെ വിമർശിക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിക്കാം. ഞാൻ പോരായ്മകൾ ഉണ്ട് എന്നല്ല പറഞ്ഞു. പക്ഷെ അവരൊക്കെ അത്രയും നല്ല രീതിയിൽ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് നമുക്ക് ഇത്തരം ഒരു പദ്ധതി തന്നെ തരുന്നത്. ഈ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കിയ ഈ പദ്ധതി പല വിദേശ രാജ്യങ്ങളിലും ചെയ്ത് മാതൃകയായ ഒരു സംവിധാനം. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ മറ്റുള്ള പല സ്ഥലത്തും ഇത് ചെയ്തിട്ടില്ല. അപ്പൊ മാതൃകാപരമായ ഒരു പദ്ധതി തന്നെയാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു ടെസ്റ്റിന് പോകുന്ന ആള് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിലും നമുക്കിതിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ഒരു വീട്ടിലത്തെ കുറെ ആളെ നമ്മൾ ടെസ്റ്റ് ചെയ്യിക്കണ്ട. നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യിക്കണം. അപ്പോഴല്ലേ അടുത്ത വീട്ടിൽ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. എല്ലാ വീട്ടിൽ നിന്നും ഓരോരുത്തർ ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാ വീട്ടിലും അസുഖമില്ല എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ ഇത്തരം പദ്ധതികൾ ഇപ്പൊ ഞാൻ ദൂർ പഞ്ചായത്തിൽ ഇത് സംസാരിച്ചു. അപ്പൊ അവരോടും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. യുവാക്കളോട് സംസാരിച്ചു. യുവാക്കളാണ് ഇതിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്തോ സംഭവമാണ്, ടെസ്റ്റ് ചെയ്താൽ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ മുന്നോട്ട്. അപ്പൊ അവരെയൊക്കെ ബോധവൽക്കരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ കാര്യത്തിന് മുൻകൈ എടുത്ത് നമ്മുടെ വാർഡ് മെമ്പറുണ്ട്, പഞ്ചായത്തിന്റെ ഭാരവാഹികളുണ്ട്, എല്ലാവർക്കും ഇത്തരം ഒരു മാതൃകാപരമായ ഒരു പദ്ധതി തുടങ്ങിയതിന് അവരെ അഭിനന്ദിക്കുന്നു. ഈ നിങ്ങളെ ഇത്രയധികം ആളുകൾ വളരെ താല്പര്യത്തോടു കൂടി ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി മുന്നോട്ട് വന്ന നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ കോവിഡ് വ്യാപനത്തിനെതിരെയുള്ള മുന്നണി പോരാളികളായി സമൂഹത്തിലെ ഓരോ അംഗങ്ങളും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വളരെ വിശദമായി നമ്മളോട് ഉപദേശിച്ചതുപോലെ എല്ലാ ആളുകളും ടെസ്റ്റിന് വേണ്ടി വിധേയമാകും. ആ കാര്യത്തിൽ എല്ലാ ആളുകളും ജാതിമത ഭേദമന്യേ പരിപൂർണമായി ഇതിനോട് സഹകരിക്കണമെന്ന് മാത്രം അപേക്ഷിക്കുന്നു. എല്ലാ ആളുകളും ഇവിടെ ഈ മഹത്തായിരിക്കുന്ന സംരംഭത്തിനോട് യജ്ഞത്തിനോട് പരിപൂർണമായി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ കരുവാറുണ്ട് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി, ഒരു വീട്ടിൽ നിന്ന് ഒരാൾ എന്നുള്ള ടെസ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിങ്ങളെ സർവകക്ഷിയോഗം വിളിക്കാനും ഒക്കെ തീരുമാനിച്ചത്. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ മഹല്ല് കമ്മിറ്റി എന്നുള്ള നിലക്ക് ഒരു 500 ആളെ ടെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം മഹല്ല് കമ്മിറ്റി എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ 2 കൂട്ടരും കൂടി ഈ പറഞ്ഞ വീട്ടിലോ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ എന്നുള്ള പദ്ധതിയുമായി കണ്ട് അങ്ങനെ അത് പിന്നെ വേണമെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ ചെയ്യാം. കാരണം അത് നമ്മൾ അടുത്ത 7-ാം തീയതിക്കാണ് തീരുമാനിച്ചിട്ടുണ്ടായത്. അപ്പോൾ മഹല്ല് കമ്മിറ്റി തീരുമാനിച്ച ടെസ്റ്റ് നടക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം അത് നടക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 500 ആളെ തീരുമാനിച്ചിട്ട് 500 ആൾ കിട്ടും. മറ്റത് നമുക്ക് വീട്ടിൽ നിന്ന് ഒരാൾ പറയുമ്പോൾ 250 ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ വലിയൊരു പദ്ധതിയായിട്ടാണ് ഇത് നമ്മൾ മഹല്ലിനെ സ്വാഗതം ചെയ്യാൻ ഇത്തരത്തിലുള്ള നല്ലൊരു വർക്കാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്ന് അല്ലെങ്കിലും ജനറൽ ബോഡി വിളിക്കാമെന്ന് കരുതുന്നു. പക്ഷെ നമ്മൾക്ക് ലിങ്കായി. പക്ഷേ ഇങ്ങനത്തെ ഒരു നല്ലൊരു സന്ദർഭമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മഹല്ല് കമ്മിറ്റി SKSSF-ഉം അതേപോലെ തന്നെ പളത്തുമല മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ചുകൊണ്ട് 500 ആളെ വെച്ചിട്ട് നടത്തുന്ന ടെസ്റ്റ് ആദ്യം നടക്കട്ടെ. പിന്നെ നമുക്ക് വീടൊന്ന് ഇന്നൊരു ടെസ്റ്റ് ചെയ്യുന്നതിൽ നിനക്ക് അത് 7-ാം തീയതിയാണ് വെച്ചിട്ടുള്ളത്. ഈ ടെസ്റ്റിൽ പങ്കെടുക്കാത്ത വീട്ടുകാരെ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ടെസ്റ്റ് ഇപ്പം നമ്മൾ മറ്റന്നാൾ ഇവർ എപ്പോഴാണ് ടെസ്റ്റിൻ്റെ സംസാരിക്കാണ്ട് സലാംകാരും നമ്മൾ കൂടിയിട്ട് പിന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു നിർദ്ദേശം കൂടി നമുക്ക് കിട്ടാനുള്ള ഡേറ്റ് കിട്ടിയിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത്. ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ ആളെ കാണുമ്പോൾ തന്നെ ഈ പരിപാടി വിജയിച്ചു എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. 4ാമത്തെ മീറ്റിങ്ങിലാണ് ഇപ്പോൾ ഇന്ന് ഈ പരിപാടിയുമായി ബന്ധമായിട്ട് 3 മീറ്റിംഗ്, ഇപ്പോൾ 3ാമത്തെ മീറ്റിങ്ങാണ്. ഇതിനു മുമ്പ് മഞ്ഞൾപ്പാറയും കേരളയും
ഒരു മീറ്റിംഗ് 2 ദിവസം മുമ്പ് നടന്നു. ഇന്ന് കണ്ണത്തും കരുവാരകുണ്ടിലും ഇന്ന് ഇപ്പോൾ ഇവിടെ പുൽവട്ടയിലും ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുള്ളത് നമ്മുടെ പുൽവട്ടയിലാണ്. നമ്മുടെ മെമ്പർ കുഞ്ഞാണി ഈ ആൾക്കൂട്ടത്തിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലായി. എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോയി ഞങ്ങൾ പറയുമ്പോൾ തന്നെ ആറാട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവരും കക്ഷി രാഷ്ട്രീയ വേദി തന്നെ എല്ലാവരും നല്ല രീതിയിൽ ആറാട്ടിയെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കോവിഡ് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്ന ഒരു പ്രദേശമാണ്, ഒരു വാർഡാണ് നമ്മുടെ പുൽവട്ട വാർഡ്. നമ്മുടെ പുൽവട്ട വാർഡിലത്തെ ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ 7-ാം തീയതിയാണ് നടക്കുന്നത്. 3 മാസക്കാലമായി നമ്മുടെ വളരെയധികം ഈ കോവിഡ് ബാധിച്ച് പ്രയാസം അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ മോചനം ലഭിക്കുമെന്നുള്ള ആലോചനയിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് വരുന്നത്. മുമ്പ് നടന്ന ടെസ്റ്റുകളിലൊക്കെ തന്നെ എന്തെങ്കിലും അസുഖമുള്ള ആളുകൾ വന്ന് ടെസ്റ്റ് നടത്തുക അല്ലാതെ നമ്മുടെ ആറാട്ടി അതേപോലെ ട്രോമ കെയർ പ്രവർത്തകരൊക്കെ വന്ന് ടെസ്റ്റ് ചെയ്യുന്നല്ലാതെ എന്തെങ്കിലും സിൻഡ്രംസ് ഇല്ലാത്ത ആളുകൾ വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ ടെസ്റ്റുകളിൽ പങ്കെടുക്കാറുള്ളത്. നമ്മുടെ ബഹുമാന്യ MLA കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഹാളിൽ സർവകക്ഷി യോഗം വിളിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് ടെസ്റ്റിൽ വെള്ളം ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നും ഈ D കാറ്റഗറിയിൽ ഇവിടെ നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം വെച്ചാൽ നമ്മൾ പല പഞ്ചായത്തുകളും TPR കുറക്കുന്നതിന് വേണ്ടി കുറുക്ക് വഴികൾ പല മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ിരുന്നു. വീട്ടിൽ നിന്നും ഒരാൾ ടെസ്റ്റിന് പങ്കെടുക്കണം. ആ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ആ വീട്ടിലെ മുഴുവൻ ആളുകളെയും ടെസ്റ്റിന് വിധേയമാക്കണം. ആ ടെസ്റ്റ് പോസിറ്റീവായ ആള് വീട്ടിൽ ക്വാറന്റൈൻ ചെയ്യാൻ സൗകര്യമില്ലെങ്കിൽ നമ്മൾ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പുതിയ DCC സംവിധാനം കരുവാരക്കുണ്ട് ഹൈസ്കൂളിൽ ഒരുക്കുന്നുണ്ട്. ആ DCCയിലേക്ക് മാറ്റണം. ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും ടെസ്റ്റിന് വിധേയമാക്കണമെന്ന ഒരു തീരുമാനമായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ ചേർന്ന ഈ സർവകക്ഷി യോഗം എന്ന് പറയുന്നത് കരുവാരക്കുണ്ട് പുൽവട്ട മഹല്ല് കമ്മിറ്റി വിളിച്ചു ചേർത്ത യോഗമാണ്. അതും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വാർഡ് കമ്മിറ്റി ചെയ്ത ആ ലിങ്ക് ആയി വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്നുള്ള നിലക്ക് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും ഒക്കെ മഹല്ല് കമ്മിറ്റി എടുത്ത തീരുമാനത്തെ അംഗീകരിക്കുകയും ആ തീരുമാനം ആദ്യം നടക്കട്ടെ എന്നുള്ള തീരുമാനം നടപ്പാക്കുകയും അതിനുശേഷം നമ്മൾ മാതൃകാപരമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ ആവണം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ലോകാകെ മാറിക്കഴിയുകയാണ്. 2023 ആകും ഡിസംബറോട് കൂടി ഒരു പക്ഷേ പൂർത്തിയാകാം, അതല്ലെങ്കിൽ 2004 മാർച്ചോട് കൂടിയേ നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും വാക്സിൻ കൊടുത്ത് പൂർത്തീകരിക്കാനാവൂ എന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെയും ICMRന്റെയും ഒക്കെ കണക്കുകൾ പുറത്തു വരുന്ന നമ്മൾ ഓരോരുത്തരും അത് കേട്ട് കാണുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ കോവിഡ് വാക്സിൻ എന്ന ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഷെയ്ഖ് സാർ, മനോജ് സാർ അവരുടെ, മറ്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മറ്റ് വ്യക്തിത്വങ്ങളെ, ഈ മഹത്തായ ഈ ഇതിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ പ്രസ്ഥാനവും ഈ പരിപാടിക്ക് നിങ്ങൾക്ക് ഒപ്പമുണ്ടാവുമെന്ന ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നമ്മൾ വലിയൊരു മഹാമാരിയെ നേരിടുന്നതിന് വേണ്ടിയാണ് ജനകീയമായിട്ട് ജനങ്ങളെ അതുപോലെ തന്നെ സമൂഹത്തിലെ ഏറ്റവും നല്ല സംഘാടകരെയും അതുപോലെ തന്നെ മറ്റ് ജനവിഭാഗങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഈ വലിയ മഹാമാരിയെ നേരിടുന്നതിന് വേണ്ടിയുള്ള വളരെ നല്ല ഉപദേശങ്ങൾ നമ്മുടെ നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ചു. അതിൻ്റെ അനുവദിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ മഹല്ല് കമ്മിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കോവിഡ് നേരിടുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു വീട്ടിൽ ഒരാളെങ്കിലും ടെസ്റ്റ് ചെയ്യുക എന്നുള്ള പദ്ധതിയും വളരെയധികം വിജയപ്രദമാക്കി തീർക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹകരണവും സഹായവും എൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ എൻ്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മഹല്ലാണ് പണത്തുമ്മൽ മഹല്ല്. കരുവാരക്കുണ്ടിൽ തന്നെ 3-4 സ്ഥലത്താണ് പൗരത്വ പ്രതിഷേധം നടന്നത്. അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ നടന്നത് പുൽവട്ടയിലാണ്. അതിന് നേതൃത്വം കൊടുത്തത് പണത്തുമ്മൽ മഹല്ല് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഈ മഹല്ലത്തിൽ ഒരു മഹല്ല് സംഗമം നടന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്.
അതിന് നേതൃത്വം കൊടുത്തത് മഹല്ല് കമ്മിറ്റിയാണ്. എല്ലാ അവാന്തര വിഭാഗങ്ങളും ഇതര സമുദായക്കാരും ഒക്കെ അതിൽ സംബന്ധിച്ചിരുന്നു. അപ്പോൾ മഹല്ല് കമ്മിറ്റി നേതൃത്വം കൊടുത്തതുകൊണ്ട് ആർക്കും വിട്ടുനിൽക്കേണ്ട ഒരു സാഹചര്യം വിശിഷ്യ പണത്തുമ്മലില്ല. അത്തരമൊരു പ്രവർത്തനം ഉദയത്തിൻ്റെ കാര്യമായാലും മറ്റ് റിലീഫ് പ്രവർത്തനങ്ങൾ മനോജ് പറയട്ടെ CI അദ്ദേഹം നജാത്തിൽ വെച്ച് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കാൻ അവിടുന്ന് തന്നെ തയ്യാറായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അതിന് ആരോഗ്യ വകുപ്പും പഞ്ചായത്തും പിന്നെ പോലീസും ഒക്കെ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്നാൽ നാളേക്കാണ് ഇവിടെ ഒരുങ്ങിയത്. ഇനി നാളേത്ത് മാറ്റി മറ്റന്നാളെ അത് നടത്താം. അതിനോട് എല്ലാവർക്കും സഹകരിക്കാം. ഇവിടെ അതിനെ സംബന്ധിച്ചിടത്തോളം ആരും ഇവിടെ വ്യാപാരി വ്യവസായിൻ്റെ പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ CI ഉണ്ട്. അവരൊന്നും ഒരാശങ്കയും വേണ്ട. പണത്തുമ്മൽ പുൽവട്ട പ്രദേശം എന്ന് പറയുന്നത് ഈ മഹല്ല് കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ മഹാമാരിയെ തുടച്ചു നീക്കുന്നതിന് കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി മുന്നിൽ നിന്ന് ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട പുൽവട്ട മഹല്ല് കമ്മിറ്റി ആദ്യമായി അഭിനന്ദിക്കുന്നു. കക്കറാലുങ്ങൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭാഗമായുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഈ മഹല്ല് കമ്മിറ്റി നടത്തുന്ന ഈ മഹാമാരിയെ തുടച്ചു നീക്കുന്നതിന് നടത്തുന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സഹായ മൂപ്പർക്ക് യാതൊരു നോട്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആ തരത്തിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മൾ നേരിടേണ്ടതുണ്ട്. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ വളരെ സൗഹൃദത്തോടു കൂടി ഐക്യത്തോടു കൂടി മുമ്പോട്ട് പോകുമ്പോൾ അതിലേക്ക് എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പരിധിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിലെ അംഗങ്ങൾ, ഒരു സംഘടനയാണെങ്കിൽ ആ സംഘടനയിൽ അംഗങ്ങൾ, ഒരു പ്രദേശമാണെങ്കിൽ അവിടുത്തെ സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഈ സംഗതിയുടെ പലർക്കും അതിനെ സംബന്ധിച്ചുള്ള ധാരണ ഇപ്പോഴുമില്ല. ഗൗരവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ മാസ്ക് ധരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിപ്പോൾ പണ്ട് പറഞ്ഞില്ല, ആ ലേബ് പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു എല്ലാവരേക്കും ഉണ്ട് മാസ്ക്, എനിക്കും വളരെ മാസ്ക് എന്ന അവസ്ഥയാണ്. ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാത്തവർ ഇപ്പോഴുമുണ്ട്. അപ്പം അത് ബോധ്യപ്പെടുത്തൽ നമ്മുടെ ചുമതലയാണ്. അപ്പം അതിന് അതേ മാർഗമുള്ളൂ. നമ്മുടെ പരിധിയിലുള്ള ആളുകൾക്ക് അതേ സംബന്ധിച്ചുള്ള വ്യക്തമായ ബോധവും സംഘടിപ്പിച്ച പണത്തുമ്മൽ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾക്കും അതേപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ ഇങ്ങനെ ഒരു പരിപാടിക്ക് പുൽവട്ട ജമാഅത്തെ ഇസ്ലാമി ദാറുസ്സലാം ഇസ്ലാമിക് സെൻ്ററിൻ്റെ എല്ലാ സഹകരണവും പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ 2 ആഴ്ച മുമ്പ് പുല്ലട്ട GLP സ്കൂളിലൊരു ടെസ്റ്റ് നടന്നപ്പോൾ ഇവിടെ എല്ലാവർക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പം അന്ന് ടെസ്റ്റ് നടത്തിയപ്പോൾ അവിടുത്തെ സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയാം. അതൊന്നും നമ്മൾ ഈ D എന്ന കാറ്റഗറിയിൽ നിന്ന് മാറാൻ നമുക്ക് സാധിച്ചില്ല. തുടർന്ന് 2-3 മെഗാ ടെസ്റ്റുകളൊക്കെ നടത്തി. അതിലൊന്നും നമുക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടാത്തൊരു സാഹചര്യമാണ് സർവകക്ഷി മീറ്റിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ സ്റ്റേഷനിൽ ചാർജ് എടുത്ത CI മനോജ് സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. ഏതായാലും ഇങ്ങനത്തെ ഒരു പദ്ധതിയിലൂടെ നമുക്ക് തുടർന്ന് ഇതിൽ നിന്ന് മോചനം കിട്ടുമെന്നൊരു ആത്മവിശ്വാസം എല്ലാവരോടും പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ നടത്തുമ്പോൾ നമ്മളിങ്ങനെ തുടർന്നിങ്ങനെ എല്ലാ ക്യാമ്പിലും പങ്കെടുക്കുക എന്നല്ലാതെ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് പോസിറ്റീവ് രോഗികൾ കൂടി വരികയായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു തടയിട്ടുകൊണ്ട് പിന്നെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന പോസിറ്റീവ് ആളുകളെ അങ്ങനത്തെ സെൻ്ററുകൾക്ക് മാറ്റി താമസിക്കുന്ന സൗകര്യമില്ലാത്ത വീടുകളിൽ സൗകര്യം ഇല്ലാത്ത ആളുകളെ അങ്ങനത്തെ സെൻ്ററിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടും എന്നുള്ളതൊരാൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആദ്യം ഒരാളെ ചെയ്ത് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിർബന്ധമായും ചെയ്യുന്നത് കൊണ്ട് ഇപ്പം നമ്മുടെ ടെസ്റ്റിൽ വരുന്നത് ലക്ഷണങ്ങളുള്ളവരും
അവരുമായിട്ട് സമ്പർക്കമുള്ളവരുമാണ് വരുന്നത്. അതാണ് നമ്മുടെ TPR കുറയാത്തതും ടെസ്റ്റുകൾ നടക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാറ്റം വരാത്തത്. ഈ രീതിയിൽ നിന്നും അപ്പുറമായി രോഗികളെ കണ്ടെത്തുകയും TPRും എല്ലാം നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരാളെ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗമുള്ളവരും ഇല്ലാത്തവരുമായ ആളുകളെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്നുള്ളവരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. കൃത്യമായ ഐസൊലേഷൻ കൂടിയാണ് നമ്മൾ ഇത് കുറയ്ക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാകുമ്പോൾ 17 ദിവസം ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് കൃത്യമായിട്ട് പഞ്ചായത്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കൃത്യമായ ഐസൊലേഷന് വീട്ടിൽ സൗകര്യമില്ലാത്തവരെ അവർ പറയുന്നത് കേട്ട് അവരുടെ വീട്ടിലോട്ട് വിടുന്നതിനപ്പുറം നമ്മൾ DCC ഒരുക്കിയിട്ടുണ്ട്. ആ DCCയിലേക്ക് മാറ്റിക്കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ആളുകളിൽ നിന്നുമുള്ള സൗകര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. എത്ര ബാത്റൂമുണ്ട്, അവർക്ക് ഏത് രീതിയിലാണ് അവരെ ഐസൊലേറ്റ് ചെയ്യാൻ കഴിയുക, ആ രീതിയിലൂടെ ടോക്കൺ സിസ്റ്റത്തിൽ അവരുടെ സർവേ എടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്യാൻ പദ്ധതി നിർവഹണം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം നാളെയാണ്. ഇവിടെ ആശംസകൾ അർപ്പിച്ച ഓരോരുത്തരെയും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട അമ്മ പെങ്ങന്മാരെ, സഹോദരിമാരെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട്